JIIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ബാങ്കേഴ്സിനും സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ബേസിക് ആശയങ്ങളുണ്ടല്ലോ, അത് വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ്, അതായത് അതിൻ്റെ യഥാർത്ഥ ചിലവ് എത്രയാണെന്ന് അറിയുന്നത്, അതൊരു ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും വിജയത്തിനും എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണല്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭവും നഷ്ടവും, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നൊക്കെ പുറത്തുള്ളവരെ, അതായത് ഇൻവെസ്റ്റേഴ്സിനൊക്കെ അറിയിക്കാനാണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിംഗ് അങ്ങനെയല്ല, അത് ബിസിനസ്സിന് ഉള്ളിലേക്ക് നോക്കുന്ന ഒന്നാണ്. നമ്മൾ മാർക്കറ്റിൽ കോമ്പറ്റിറ്റീവ് ആണോ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതുപോലുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഡേറ്റ തരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരാം. അതാണ് കോസ്റ്റ് അല്ലെങ്കിൽ ചെലവ്. ഒരു കാര്യം ഓർക്കുക, ബിസിനസ്സിൽ കോസ്റ്റ് എന്ന് പറയുന്നതും പ്രൈസ് എന്ന് പറയുന്നതും, അതായത് ചെലവും വിലയും രണ്ടും രണ്ടാണ്. അത് തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ എന്താണ് ഈ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെലവാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം ആകെത്തുകയാണ് കോസ്റ്റ്. അതായത് മെറ്റീരിയൽസ്, ലേബർ, പിന്നെ മറ്റ് ഓവർഹെഡ് ചെലവുകൾ, ഇതെല്ലാം ചേർന്നതാണ്. നമ്മൾ സാധാരണ ഒരു സാധനം കോസ്റ്റിയാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വില കൂടുതലാണെന്നാണ്, അല്ലേ? എന്നാൽ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വന്ന മൊത്തം ചെലവിനെക്കുറിച്ചാണ്. ശരി, അപ്പോൾ ഈ കോസ്റ്റിൽ എന്തൊക്കെ വരും? ഒന്നാമത്തേത് റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ. പിന്നെ ലേബർ ചാർജ്, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി. അത് കഴിഞ്ഞാൽ പവർ, ഇലക്ട്രിസിറ്റി. പിന്നെ മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുമല്ലോ, അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും, അതും ഒരു കോസ്റ്റാണ്. അതുപോലെ ഫാക്ടറി ഓവർഹെഡുകൾ, ഇതെല്ലാം ചേർന്നതാണ് ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ്. ഓർക്കുക, ഇത് പ്രോഡക്ട്സിന് മാത്രമല്ല സർവീസസിനും ബാധകമാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരിക്കലും വെറുമൊരു കണക്കുകൂട്ടൽ മാത്രമല്ല, മറിച്ച് വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളൊക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണിത്. ഈ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാണ്. അതിന് പ്രധാനമായും 3 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ കോസ്റ്റ് എലമെന്റ്സ്, അതായത് ചെലവിൻ്റെ ഓരോ ഘടകത്തെയും കൃത്യമായി തിരിച്ചറിയുക. സ്റ്റെപ്പ് 2, അലോക്കേറ്റ് ടു പ്രൊഡക്ട്സ് സർവീസസ്. ഈ ചെലവുകളെല്ലാം ഏത് പ്രൊഡക്റ്റിനാണ് അല്ലെങ്കിൽ ഏത് സർവീസിനാണ് വന്നതെന്ന് കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3, കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇതെല്ലാം കൂടി കൂട്ടി മൊത്തം ചെലവ് കണ്ടെത്തുക. ഈ കൃത്യതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ചെയ്യുന്നത്? ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കോസ്റ്റ് കോമ്പോണൻസിനെയും വിലയിരുത്തുക, കോസ്റ്റ് സെന്റേഴ്സ് എവിടേക്കാണെന്ന് കണ്ടെത്തുക, പിന്നെ നമ്മൾ വിചാരിച്ച ചെലവും യഥാർത്ഥത്തിൽ വന്ന ചെലവും തമ്മിൽ താരതമ്യം ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അനാവശ്യ ചെലവുകൾ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാവുക. ഇതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റിനെ സഹായിക്കുകയാണ്. എന്തിന്? പ്രോഡക്റ്റിന് വിലയിടാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും. ഇതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. വെറുതെ ചെലവ് കണക്കാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാനും അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കാനും ഏറ്റവും പ്രധാനമായിട്ട് അനാവശ്യമായി ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ട സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കാനും വരെ കോസ്റ്റ് അക്കൗണ്ടിംഗ് നമ്മളെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വളർച്ചയുടെ ദിശ നിർണ്ണയിക്കാൻ വരെ ഇതിന് കഴിയും. ശരി, ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. അതാണ് ദ 3 എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. അതായത് ഒരു കോസ്റ്റിൻ്റെ 3 അടിസ്ഥാന ഘടകങ്ങൾ. ആ ഫൈനൽ കോസ്റ്റ് ഫിഗറിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ എലമെന്റാണ് മെറ്റീരിയൽസ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ്, 2 ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? സിമ്പിളാണ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഭാഗമായി മാറുന്ന മെറ്റീരിയൽസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ, അത് ആ കാറിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? അത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്ന ഒന്നാണ്, പക്ഷെ പ്രൊഡക്റ്റിന്റെ ഭാഗമാവില്ല. ഉദാഹരണത്തിന് ഫാക്ടറിയിലെ മെഷീൻ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയോ അല്ലെങ്കിൽ ക്ലീനിംഗ് സപ്ലൈസോ. രണ്ടാമത്തെ എലമെന്റാണ് ലേബർ. മെറ്റീരിയൽസ് പോലെ തന്നെ ലേബറിനെയും നമുക്ക് ഡയറക്റ്റ് ലേബറെന്നും ഇൻഡയറക്റ്റ് ലേബറെന്നും രണ്ടായി തിരിക്കാം. ആരാണ് ഈ ഡയറക്റ്റ് ലേബർ? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് പങ്കെടുക്കുന്നവർ. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, അസംബ്ലി ലൈനിൽ നിൽക്കുന്നവർ, അവരൊക്കെ ഡയറക്റ്റ് ലേബറാണ്. എന്നാൽ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവരുണ്ടല്ലോ,
ഉദാഹരണത്തിന് ഫാക്ടറിയിലെ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് നോക്കുന്നയാൾ, അവരെയൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്നാണ് പറയുക. അപ്പോൾ മൂന്നാമത്തെയും അവസാനത്തെയും എലമെൻ്റാണ് എക്സ്പെൻസസ്, മറ്റ് ചെലവുകൾ. നിങ്ങൾക്കിപ്പോൾ തന്നെ ഊഹിക്കാം ഇതിനും എന്തുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഒരു പ്രത്യേക പ്രൊഡക്റ്റിനു വേണ്ടി മാത്രം വരുന്ന ചെലവാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിന് വേണ്ടി മാത്രം നമ്മൾ കൊടുത്ത പൈസ. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരിക്കും? അതെ, ഫാക്ടറിയുടെ വാടക, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ബിൽ, ഇതുപോലുള്ള പൊതുവായ ചെലവുകൾ. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ പൊതുവെ ഓവർഹെഡ്സ് എന്നും വിളിക്കുന്നത്. ഓക്കേ, ഇതുവരെ നമ്മൾ കോസ്റ്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ കോസ്റ്റിനെ മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് അവയുടെ സ്വഭാവം അനുസരിച്ച്. പ്രൊഡക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഈ കോസ്റ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട്: ഫിക്സ്ഡ്, വേരിയബിൾ, പിന്നെ സെമി വേരിയബിൾ കോസ്റ്റ്സ്. ആദ്യത്തേത് ഫിക്സ്ഡ് കോസ്റ്റ്. പേരിൽ തന്നെയുണ്ട്, ഇത് ഫിക്സഡ് ആണ്. അതായത് നിങ്ങൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അല്ലെങ്കിൽ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ കോസ്റ്റിന് ഒരു മാറ്റവും വരില്ല. ഇതെപ്പോഴും സ്ഥിരമായിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫാക്ടറിയുടെ വാടക. പ്രൊഡക്ഷൻ 0 ആണെങ്കിലും നമ്മൾ വാടക കൊടുക്കണമല്ലോ. അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം, ടാക്സുകൾ, ഇതൊക്കെയാണ് ഫിക്സ്ഡ് കോസ്റ്റ്. രണ്ടാമത്തത് വേരിയബിൾ കോസ്റ്റ്. ഇതും പേരുപോലെ തന്നെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. എന്തിനനുസരിച്ച്? പ്രൊഡക്ഷൻ അനുസരിച്ച്. പ്രൊഡക്ഷൻ കൂടിയാൽ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. അതായത് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽസ്. 10 കാർ ഉണ്ടാക്കാൻ വേണ്ട സ്റ്റീലിൻ്റെ ഇരട്ടി സ്റ്റീൽ വേണം 20 കാർ ഉണ്ടാക്കാൻ, അല്ലേ? അതുപോലെ തന്നെ പവർ ഉപയോഗം. ഇതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ വ്യത്യാസം ഒന്നുകൂടി ഉറപ്പിക്കാം. ഫിക്സഡ് കോസ്റ്റ്സ് പ്രൊഡക്ഷൻ എത്രയായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ്സ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായി കൂടും, കുറഞ്ഞാൽ കുറയും. പരീക്ഷയ്ക്ക് ഈ ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിൽ വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഇനി മൂന്നാമതൊരു കാറ്റഗറി കൂടിയുണ്ട്. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ഇതിന്റെ സ്വഭാവം രണ്ടും ചേർന്നതാണ്. അതായത് കുറച്ചുഭാഗം ഫിക്സഡ്, കുറച്ചുഭാഗം വേരിയബിൾ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇതും കൂടും, പക്ഷെ വേരിയബിൾ കോസ്റ്റ് പോലെ കറക്റ്റ് അനുപാതത്തിലായിരിക്കില്ല. ഒരു സ്റ്റെപ്പ് പോലെയായിരിക്കും ഇത് കൂടുന്നത്. ഒരു ലെവൽ വരെ ഫിക്സഡ് ആയിരിക്കും, പിന്നെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് ചാടും. ശരി, നമ്മളിപ്പോൾ കുറേ തിയറി പഠിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 വാക്കുകൾ വരുന്നത്: കോസ്റ്റ് സെന്റർ, പിന്നെ കോസ്റ്റ് യൂണിറ്റ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം നമുക്ക് കോസ്റ്റ് സെന്റർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒഫീഷ്യൽ സീമ ഡെഫിനിഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണിത്? ഒരു കമ്പനിയിൽ എവിടേക്കാണോ ചെലവുകൾ ഉണ്ടാകുന്നത് ആ ലൊക്കേഷൻസിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആകാം, ഒരു സ്ഥലമാകാം, ഒരു ആക്ടിവിറ്റി ആകാം, എന്തിന് ഒരു മെഷീൻ വരെ ഒരു കോസ്റ്റ് സെന്റർ ആകാം. എവിടെയാണോ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അതാണ് കോസ്റ്റ് സെന്റർ. ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. നിങ്ങളൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ച് അതൊരു കോസ്റ്റ് സെന്ററാണ്, അല്ലേ? കാരണം അവിടെ സ്റ്റാഫിൻ്റെ ശമ്പളം, ബിൽഡിങ്ങിൻ്റെ വാടക, കറണ്ട് ബില്ല്, അങ്ങനെ ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈൻ, ഇതെല്ലാം ഓരോ കോസ്റ്റ് സെന്ററുകളാണ്. അപ്പോൾ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ചെലവ് എവിടെയുണ്ടാകുന്നു എന്നതാണ്. ഇനി കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എന്തിൻ്റെ കോസ്റ്റാണോ കണ്ടുപിടിക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സിംപിളായി പറഞ്ഞാൽ എന്തിൻ്റെ കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കോസ്റ്റ് യൂണിറ്റ്. ഇവിടെ നോക്കൂ, ഒരു സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനി, അവരുടെ കോസ്റ്റ് യൂണിറ്റ് എന്തായിരിക്കും? ഒരു സൈക്കിളിന് എത്ര കോസ്റ്റായി എന്നാണ് അവർ നോക്കുക. അപ്പോൾ പെർ ബൈസിക്കിളാണ് കോസ്റ്റ് യൂണിറ്റ്. ഒരു ഗ്യാസ് കമ്പനിയാണെങ്കിലോ പെർ ക്യൂബിക് ഫീറ്റ് ഗ്യാസ്. ഇനി സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ ഒരു കൺസൾട്ടൻസി പെർ അവർ അല്ലെങ്കിൽ പെർ ഡേ വെച്ചായിരിക്കും കോസ്റ്റ് കണക്കാക്കുക. ഇനി വളരെ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ 1000 യൂണിറ്റിന് എത്ര കോസ്റ്റായി എന്ന രീതിയിലും നോക്കാം. അപ്പോൾ പെർ 1000 യൂണിറ്റ്സ് ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ്. ശരി, അപ്പോൾ നമ്മൾ ഈ സെഷന്റെ അവസാന ഭാഗത്തേക്കെത്തി. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോസ്റ്റ് സെന്റർ എന്താണ്? ഇനി ആ ബാങ്ക് ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഉറപ്പായും